ഹായ് ഓൾ, വെൽക്കം ടു കോമ്പറ്റീറ്റീവ് ക്രാക്കർ. ഞാൻ ചിക്കുമോൻ ഫിലിപ്പ്. നമുക്ക് ഓഗസ്റ്റ് 3-നാണല്ലേ നമ്മുടെ CACയുടെ ക്ലർക്കിൻ്റെ എക്സാം വരുന്നത്. അപ്പോൾ നിങ്ങളൊക്കെ ഫൈനൽ റിവിഷനിലേക്ക് കടക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ കഴിഞ്ഞ എക്സാമുകൾക്കൊക്കെ കട്ട് ഓഫിൻ്റെ തൊട്ടടുത്ത് വന്നിട്ട് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടാതെ നിരാശരായിരിക്കുന്ന ആളുകൾക്കൊക്കെ ഒരു സന്തോഷ വാർത്തയുമായിട്ടാണ് നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ 45 ഡേയ്സ് ക്രാഷ് ബാച്ച് CCയിൽ ആരംഭിക്കുകയാണ്. നമ്മുടെ പുതിയ സിലബസ് പ്രകാരമുള്ള ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്ത് കറക്റ്റായിട്ട് നമ്മൾ ഓരോ ടോപ്പിക്കുകളും കൃത്യമായി മനസ്സിലാക്കി അതിൻ്റെ ഒരു റിവിഷൻ ആയിട്ടാണ് നമ്മൾ ഈ ഒരു 45 ഡേയ്സ് നമ്മുടെ ബാച്ച് ആരംഭിക്കുന്നത്. അപ്പോൾ നമുക്ക് ടൈം ടേബിൾ നോക്കാം. ഏറ്റവും ആദ്യം നമ്മൾ ഇംഗ്ലീഷ് ആയിരിക്കും. ആദ്യത്തെ ദിവസം നമ്മൾ ഇംഗ്ലീഷിലെ ആർട്ടിക്കിൾ എന്ന പോർഷൻസ് ആയിരിക്കും നോക്കുക. അതുപോലെ തന്നെ കോപ്പറേഷൻ്റെ മോഡ്യൂൾ 1 നമുക്കിപ്പം പുതിയ സിലബസ് വന്നപ്പം ആദ്യമേ തന്നെ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് അല്ലേ, ആ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസിനെ കുറിച്ച് അതുപോലെ കോപ്പറേഷൻ്റെ ആ ഒരു ഹിസ്റ്ററി ആയിരിക്കും നമ്മൾ നോക്കുന്നത്. അതുപോലെ ബാങ്കിങ് മോഡ്യൂൾ 1 മീനിങ് കൺസെപ്റ്റ് ബാങ്കിങ് സിസ്റ്റം ഇൻ ഇന്ത്യ കൊമേഴ്ഷ്യൽ ബാങ്ക് അതിനെക്കുറിച്ചൊക്കെയാണ് നമ്മുടെ മോഡ്യൂൾ 1-ൻ്റെ അകത്ത് വരിക. അടുത്തത് രണ്ടാമത്തെ ദിവസം നമ്മൾ മാത്സിന്റെ ഡയറക്ഷൻ അതുപോലെ കോപ്പറേറ്റീവ് ലോയുടെ മോഡ്യൂൾ 1 ഹിസ്റ്ററി ഓഫ് കോപ്പറേറ്റീവ് ലെജിസ്ലേഷൻ. നമുക്കറിയാം നമ്മുടെ സിലബസിൽ KCS ആക്ട് ആൻഡ് റൂൾ ഫുള്ളായിട്ടാണുള്ളത്. പക്ഷേ നമ്മൾ എന്ത് വേണം, അതിന് മുന്നോടിയായിട്ട് അതിൻ്റെ ഒരു ഹിസ്റ്ററി കൂടി മനസ്സിലാക്കണം. എങ്ങനെയാണ് കേരളത്തിൽ നമ്മുടെ KCS ആക്ട് വന്നത്, അതുപോലെ കൊച്ചിൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട്, ട്രാവൻകൂർ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട്, അതിനെക്കുറിച്ചൊക്കെ ഒരു ബേസിക് ഐഡിയ വേണം. അപ്പം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മോഡ്യൂൾ 1 ആയിട്ട് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്, ഹിസ്റ്ററി ഓഫ് കോപ്പറേറ്റീവ് ലെജിസ്ലേഷൻ ആഡ് ചെയ്തിരിക്കുന്നത്. അതിന് ശേഷമാണ് നമ്മൾ നമ്മുടെ കോർപ്പറേഷൻ്റെ KCS ആക്ടിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സുകൾ നമ്മൾ നടത്തുക. അതുപോലെ അക്കൗണ്ടിങ്ങിൻ്റെ ഡെഫിനിഷൻ മുതൽ നമ്മൾ എന്ത് ചെയ്യുന്നു, റിവൈസ് ചെയ്യുകയാണ്. ഡെഫിനിഷൻ, ഒബ്ജക്റ്റീവ്, ബേസിക് ടേമുകൾ. ഇപ്പം അക്കൗണ്ടൻസി ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്തവർക്ക് നമുക്ക് അസറ്റ് എന്താണ് അല്ലെങ്കിൽ ലയബിലിറ്റി എന്താണെന്ന് പോലും അറിയാത്തവർക്ക് എന്ത് ചെയ്യും, നമ്മൾ ആ ടേംസ് ഉൾപ്പെടെ പരിചയപ്പെടുത്തിയാണ് നമ്മുടെ ഈ ഒരു റിവിഷൻ ബാച്ച് നടത്തുന്നത്. പിന്നെ ഈ തവണ നമുക്ക് ഏറ്റവും സന്തോഷകരമായ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് GK ഒക്കെ ഒരു കറക്റ്റായ സിലബസ് കിട്ടി. കാരണം കഴിഞ്ഞ എക്സാമുകൾക്കൊക്കെ എവിടെ നിന്നാണ് GKയുടെ ചോദ്യങ്ങൾ വന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് വരുന്നത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടില്ല. ഈ തവണ ഒരു കറക്റ്റായിട്ടൊരു സിലബസ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അസിസ്റ്റന്റ് സെക്രട്ടറിയുടെ സിലബസ് പരിശോധിക്കുകയാണെങ്കിൽ ഇംഗ്ലീഷ്, മാത്സ്, GK ഏറെക്കുറെ സെയിം സിലബസ് തന്നെയാണ് വന്നിരിക്കുന്നത്. പിന്നെ നമുക്ക് സബ്ജക്റ്റിലേക്ക് വരുമ്പോഴാണ് നേരിയ വ്യത്യാസങ്ങൾ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പം ഇംഗ്ലീഷ്, മാത്സ്, GK ഇതേ സിലബസ് തന്നെയായിരിക്കും നമുക്ക് ക്ലർക്കിനും വരാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ എന്താണ്, യുണൈറ്റഡ് നേഷൻസ് ആണ് നോക്കുന്നത്. അതുപോലെ തന്നെ അടുത്തത് അക്കൗണ്ടൻസിയുടെ മോഡ്യൂൾ 2 അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ്, സ്റ്റാൻഡേർഡ്സ് ആൻഡ് കൺവെൻഷൻ. അതായത് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ്, അതിൻ്റെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡുകൾ, അതൊക്കെയാണ് നമ്മൾ ഡേ 3-ൽ നോക്കുന്നത്. പിന്നെ കോർപ്പറേഷൻ്റെ ഭാഗത്തു നിന്നാണെങ്കിൽ ICA എവല്യൂഷൻ ഓഫ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് വാല്യൂസ് അത് എവിടുന്ന് ഡെവലപ്പ് ചെയ്തു നമുക്കറിയാം. പ്രിൻസിപ്പിൾസ് ഒക്കെ റോക്ക്ഡെയിൽ പൈനിയേഴ്സിൽ നിന്ന് തുടങ്ങി നമ്മുടെ ഏറ്റവും ലാസ്റ്റ് റീഫോർമുലേറ്റഡ് പ്രിൻസിപ്പിൾസ് വരെ ഉള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ ഡേ 3-ൽ നമ്മൾ നോക്കുകയാണ്. ഇനി ഡേ 4-ലേക്ക് വരുമ്പോൾ നമ്മൾ ഇംഗ്ലീഷിൻ്റെ പ്രപ്പോസിഷൻ, ഓക്സിലറി വെർബ്, ക്വസ്റ്റ്യൻ ടാഗ്, ഇത്രയും കാര്യങ്ങൾ നമ്മൾ നോക്കുന്നത് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. നമ്മളിപ്പം ഡെയിലി എന്ത് ചെയ്യുന്നു, ക്വസ്റ്റ്യൻ ടാഗ്, പ്രപ്പോസിഷൻസ് ഒക്കെ നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. അതായത് എക്സാമിന് എങ്ങനെയാണ് വരുന്നത്, ആ ഒരു ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രാക്ടീസ് ചെയ്തെങ്കിൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് ആൻസർ ചെയ്യുവാനായിട്ട് പറ്റുള്ളൂ. അപ്പം നമ്മൾ എക്സാമിന് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നു. പിന്നെ നമ്മൾ ഡേ 4-ൽ ബാങ്കിങ്ങിൻ്റെ മോഡ്യൂൾ 1 ടൈപ്പ് ഓഫ് ബാങ്കിങ്, ക്ലാസിഫിക്കേഷൻ ഓഫ് ബാങ്ക്, കൊമേഴ്ഷ്യൽ ബാങ്ക്സ് നമ്മൾ ആദ്യമേ ഡിസ്കസ് ചെയ്തതിലെ ബാലൻസ് പോർഷനാണ് നമ്മൾ ഡേ 4-ൽ നോക്കുന്നത്. പിന്നെ ബാങ്ക് നാഷണലൈസേഷൻ, നമുക്ക് 2 സ്റ്റേജസിലായിട്ട് നമ്മുടെ ബാങ്ക് നാഷണലൈസ് ചെയ്തിട്ടുണ്ട്. ആ സ്റ്റേജ്, അതിൻ്റെ അകത്ത് ഏതൊക്കെ ബാങ്കുകളാണ് ഈ ഓരോ സ്റ്റേജിൽ നാഷണലൈസ് ചെയ്ത് വെക്കുന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. പിന്നെ കോപ്പറേറ്റീവ് ലോയുടെ രജിസ്ട്രേഷൻ്റെ അമെൻമെൻറ്റ് ഉൾപ്പെടെയുള്ള ഫുൾ പോർഷൻ ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡേ 4-ൽ റിവൈസ് ചെയ്യുന്നത്. അപ്പം നമുക്ക് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്, അതുപോലെ ആപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷൻ, അതിൻ്റെ ഫോമുകൾ ഏതൊക്കെയാണ്, അതുമായി ബന്ധപ്പെട്ട റൂളുകൾ ഏതൊക്കെയാണ്, അതുപോലെ എത്ര ദിവസം, ഓരോന്നും നമുക്ക് ടൈം ലിമിറ്റ് ഉണ്ട് അല്ലേ, ആപ്ലിക്കേഷൻ കൊടുത്ത് എത്ര നാൾ കൊണ്ട് എന്ത് ചെയ്തിരിക്കണം, രജിസ്ട്രാർ തീരുമാനമാക്കണം, അതുപോലെ രജിസ്റ്റർ ചെയ്ത് എത്ര ദിവസം കൊണ്ട് അത് പ്രവർത്തനം ആരംഭിക്കണം, അതുപോലെ രജിസ്ട്രേഷൻ നടത്തി എത്ര ദിവസം കൊണ്ട് അതിൻ്റെ ഫസ്റ്റ് ജനറൽ ബോഡി കൂടണം. അത്തരം കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, നമ്മൾ ഈ ഒരു ഡേ 4-ൽ നമ്മൾ റിവൈസ് ചെയ്യുകയാണ്. അതൊരു ഡേയ്സ് തിരിച്ച്, അതായത് ഓരോ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യുന്നു, ഇപ്പോൾ ഡേയ്സിനെ നമ്മളൊരു സെപ്പറേറ്റ് ആയിട്ട് തിരിക്കുന്നു. അതുപോലെ ഫോം നമ്പർ, ആപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷൻ ഏത് ഫോമാണ്, അങ്ങനെയുള്ള ഈ രജിസ്ട്രേഷനുമായി കംപ്ലീറ്റ് ഏരിയ നമ്മൾ ഡേ 4-ൽ റിവൈസ് ചെയ്യുന്നു. ഇനി ഡേ 5-ലേക്ക് വരികയാണെങ്കിൽ നമ്മൾ മാത്സിൻ്റെ ക്ലോക്ക് ആണ് നോക്കുന്നത്. നമുക്ക് ക്ലോക്കുമായി ബന്ധപ്പെട്ട് കുറേ ചോദ്യങ്ങൾ വരാറുണ്ട് അല്ലേ, അതായത് സൂചികളുടെ തമ്മിലുള്ള ആംഗിള്, അതുപോലെ ഒരുപാട് ചോദ്യങ്ങൾ നമുക്ക് ക്ലോക്കിൻ്റെ ഭാഗത്തുനിന്ന് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ക്ലോക്കിൻ്റെ കാര്യമാണ് നമ്മൾ
ഡേ 5 നോക്കുന്നത്. പിന്നെ കോപ്പറേഷൻ്റെ അകത്ത് മോഡ്യൂൾ 1ന്റെ കോപ്പറേറ്റീവ് ഫ്ലാഗ് ഡേ വീക്ക്. നമുക്ക് സിലബസിൻ്റെ അകത്ത് കൃത്യമായി അത് മെൻഷൻ ചെയ്തിട്ടില്ല എങ്കിലും കോപ്പറേറ്റീവ് ഫ്ലാഗിനെ കുറിച്ച് എന്തായാലും നമുക്കൊരു കോപ്പറേഷൻ ബേസ് സിലബസ് കോപ്പറേഷൻ ക്വാളിഫിക്കേഷൻ ഉള്ള ഒരു എക്സാമിന് ചോദിക്കാനായിട്ട് സാധ്യതയുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, കോപ്പറേറ്റീവ് ഫ്ലാഗ് ഡേ വീക്ക് ഇത്തരം കാര്യങ്ങൾ കൂടി നമ്മൾ ഡേ 5 റിവൈസ് ചെയ്യുകയാണ്. പിന്നെ 5ാമത്തെ ദിവസം ബാങ്കിങ്ങിന്റെ മോഡ്യൂൾ 3 സെൻട്രൽ ബാങ്കിങ്. നമുക്ക് RBI വന്നത്, RBI എന്ന് നാഷണലൈസ് ചെയ്തു, RBIയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് ആദ്യം എവിടെയായിരുന്നു, അവിടെ നിന്ന് എപ്പോഴാണ് മുംബൈയിലേക്ക് ഷിഫ്റ്റ് ചെയ്തത്, അതുപോലെ RBIയുടെ ഗവർണേഴ്സ് ആരായിരുന്നു, ആദ്യത്തെ ഗവർണർ, ഇപ്പം നിലവിലത്തെ ഗവർണർ ആരാണ്, അത് മാത്രമല്ല RBIയുടെ ക്രെഡിറ്റ് കൺട്രോൾ ടെക്നിക്ക്. നമുക്ക് ക്വാളിറ്റേറ്റീവും ഉണ്ട് ക്വാണ്ടിറ്റേറ്റീവും ഉണ്ട് അല്ലേ. അപ്പം അത് ഏതൊക്കെയാണെന്ന് സ്പെസിഫൈ ചെയ്ത് വൃത്തിയായി നമ്മൾ എന്ത് ചെയ്യാൻ മനസ്സിലാക്കുക. കാരണം നമുക്ക് എക്സാമിന് ചോദിക്കാറുണ്ട് താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് ക്വാണ്ടിറ്റേറ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ എന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് ഏതെങ്കിലും ഒരു ക്വാളിറ്റേറ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ ടെക്നിക്ക് കൊടുക്കാറുണ്ട്. നമുക്ക് കഴിഞ്ഞ എക്സാമ്പിൾക്കൊക്കെ കൂടുതൽ കണ്ടിരിക്കുന്നത് മോറൽ സെസഷൻ, അതാണ് നമുക്ക് എന്ത് ചെയ്തിരിക്കുന്നത് ക്വാളിറ്റേറ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ ടെക്നിക്കിൽ നിന്ന് ആ ഓപ്ഷൻസ് അകത്ത് ഇൻക്ലൂഡ് ആയിട്ടുണ്ടായിരുന്നത്. ഇനി ഡേ 6ലേക്ക് പോവുകയാണെങ്കിൽ നമ്മൾ ഇന്ത്യൻ സ്റ്റേറ്റ്സ് അതിൻ്റെ ഫീച്ചേഴ്സ് നമുക്കറിയാം. നമുക്ക് ഉള്ള സ്റ്റേറ്റുകളുടെ ഓരോ പ്രത്യേകതകൾ നമുക്ക് എന്തൊക്കെയാണ്, നമ്മുടെ സ്റ്റേറ്റിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ നെയ്ബറിംഗ് സ്റ്റേറ്റ്സ് കർണാടക, തമിഴ്നാട്, അതുപോലെ തന്നെ വെസ്റ്റ് സിസ്റ്റേഴ്സ്, നമ്മുടെ ഏറ്റവും പോപ്പുലേറ്റഡ് ആയിട്ടുള്ള സ്റ്റേറ്റ്, അതുപോലെ ലാർജസ്റ്റ് സ്റ്റേറ്റ്, അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം ഈ ഒരു ഡേയിൽ നമ്മൾ റിവൈസ് ചെയ്യുന്നു. പിന്നെ അക്കൗണ്ടിങ്ങിന്റെ മോഡ്യൂൾ 3 ക്ലാസിഫിക്കേഷൻ ഓഫ് അക്കൗണ്ട്സ്, അതായത് അക്കൗണ്ട്സിന്റെ ക്ലാസിഫിക്കേഷൻ. നമുക്കറിയാം ഏതൊക്കെയാണ്, നോമിനൽ അക്കൗണ്ട് ഉണ്ട്, റിയൽ അക്കൗണ്ട് ഉണ്ട്, പേഴ്സണൽ അക്കൗണ്ട് ഉണ്ട്, അതുപോലെ തന്നെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ്, നമ്മുടെ ട്രേഡിങ്, P&L, ബാലൻസ് ഷീറ്റ്, അതുപോലെ നമ്മുടെ ഡേ ബുക്കുകൾ, നമ്മുടെ കോപ്പറേറ്റീവ് ഇതുമായി ബന്ധപ്പെട്ട ഡേ ബുക്കുകൾ, ലെഡ്ജർ എല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നു നമ്മുടെ ഡേ 6 റിവൈസ് ചെയ്യുന്നത്. അതുപോലെ കോപ്പറേഷൻ്റെ മോഡ്യൂൾ 2 കോപ്പറേഷൻ ആൻഡ് അതർ എക്കണോമിക് സിസ്റ്റം. നമ്മുടെ സിലബസിനകത്ത് കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്താ കോപ്പറേഷനും അതർ എക്കണോമിക് സിസ്റ്റം മാത്രമല്ല അതർ ഫോംസ് ഓഫ് ബിസിനസ്സും കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ ഡേ 7 നമ്മൾ എന്താണ് റിവിഷനും വീക്ക്ലി എക്സാമിനും വേണ്ടിയിട്ടുള്ള ദിവസമാണ്. അപ്പോൾ നമ്മൾ എങ്ങനെയാണോ CSEB എക്സാം നടത്തുന്നത് ആ ഒരു 100 ക്വസ്റ്റ്യൻസ് ആ രീതിയിൽ തന്നെയാണ് നമ്മുടെ വീക്ക്ലി എക്സാം വരുന്നത്. അപ്പം നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഈ ഒരു എക്സാമുകൾ അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ ഒരു ടെൻഷനും ഇല്ലാതെ നമ്മുടെ ക്ലർക്കിൻ്റെ എക്സാം അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റും. അതുമാത്രമല്ല നമുക്ക് എങ്ങനെ സമയം മാനേജ് ചെയ്യണമെന്ന് കറക്റ്റായിട്ട് അറിയില്ലാത്തവരുണ്ടാവും. കാരണം നമ്മൾ ഇതുവരെ 160 ചോദ്യങ്ങൾക്കാണ് നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരുന്നത് ആൻസർ ചെയ്തുകൊണ്ടിരുന്നത്. ഇനി മുതൽ നമുക്ക് 100 ക്വസ്റ്റ്യൻസിന് മാത്രം ആൻസർ ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, കറക്റ്റായിട്ടൊരു ടൈം പ്ലാനിങ് വേണം. ഇല്ല എങ്കിൽ നമുക്ക് എപ്പോഴും എക്സാമിന് സമയം തികഞ്ഞില്ല എന്ന പരാതി പറയുന്ന ആൾക്കാർ ഒരുപാട് പേരുണ്ട്. അപ്പം എന്താണ്, കറക്റ്റായിട്ട് ഈ ഒരു എക്സാം പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, CSEB എക്സാമിന് കറക്റ്റ് ടൈം മാനേജ് ചെയ്ത് കൃത്യമായിട്ട് ആൻസർ ചെയ്ത് ഫുൾ മാർക്ക് ഉറപ്പിക്കുവാനായിട്ട് പറ്റും. പിന്നെ ഇതുകൂടാതെ നമ്മൾ എന്ത് ചെയ്യുന്നു, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ്. നമുക്കറിയാം CSEB എക്സാമുകൾക്ക് കൂടുതൽ ചോദ്യങ്ങളും പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് അതുമായി റിലേറ്റ് ചെയ്ത ഫാക്ട്സ് ആണ് വരുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ ഈ ഒരു ബാച്ചിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ അനാലിസിസ് നടത്തുന്നുണ്ട്. നമുക്ക് കൃത്യമായിട്ട് മെന്റർഷിപ്പ് ക്ലാസ്സുകൾ വരുന്നുണ്ട്. നമുക്ക് വീക്ക്ലി 3 മെന്റർഷിപ്പ് ക്ലാസ് വരുന്നുണ്ട്. ആ മെന്റർഷിപ്പ് ക്ലാസ്സിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, പ്രീവിയസ് ക്വസ്റ്റ്യൻസിന്റെ അനാലിസിസ് നടത്തും. അപ്പോൾ നമുക്ക് എങ്ങനെയൊക്കെയാണ് ചോദ്യങ്ങൾ വന്നിട്ടുള്ളത്, ഇനി ഏതൊക്കെ ഏരിയയിൽ നിന്ന് ചോദ്യങ്ങൾ മനസ്സിലാക്കാമെന്ന് നമുക്ക് എന്ത് ചെയ്യാം, മെന്റർഷിപ്പ് ക്ലാസ്സിൽ നിന്ന് മനസ്സിലാക്കാം. അപ്പോൾ നമ്മുടെ സ്റ്റുഡൻസ് ഒരുപാട് പേര് പറയുന്നതാണ്, എനിക്ക് അര മാർക്കിന് അല്ലെങ്കിൽ 1 മാർക്കിനാണ് എല്ലാ എക്സാമുകൾക്കും റാങ്ക് ലിസ്റ്റിന് പുറത്ത് പോകുന്നതെന്ന് പറയാറുണ്ട്. അപ്പോൾ ചിലർ പറയാറുണ്ട്, സാറേ എൻ്റെ മാർക്ക് നോക്കിയിട്ടാണ് CSEB കട്ട് ഓഫ് നിശ്ചയിക്കുന്നത്, എനിക്ക് എത്ര മാർക്ക് കിട്ടിയോ അതിനേക്കാളും അര മാർക്ക് അല്ലെങ്കിൽ 1 മാർക്ക് കൂട്ടിയാണ് CSEB കട്ട് ഓഫ് ഇടുന്നതെന്ന്. അപ്പോൾ അങ്ങനെ പരാതിയുള്ള ആളുകൾക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഈ ഒരു 45 ഡേയ്സ് ക്രാഷ് ബാച്ചിൽ ജോയിൻ ചെയ്യാനായിട്ട് പറ്റും. അവർക്ക് കംപ്ലീറ്റ് ആയിട്ട് ഏരിയാസ് റിവൈസ് ചെയ്ത്, ഇപ്പം അവർക്കൊരു ബേസ് നോളേജ് ഉണ്ട്, അത്യാവശ്യം കാര്യങ്ങൾ അവർക്ക് അറിയാം. പിന്നെ ഈ ഒരു അര മാർക്ക് 1 മാർക്ക് പോകുന്നത് അവർ കറക്റ്റായിട്ട് റിവൈസ് ചെയ്യാത്തതുകൊണ്ടാണ്. ഇനി നമുക്ക് വേണ്ടത് എന്താണ്, ഒരു കറക്റ്റ് പ്രോപ്പർ ആയിട്ടുള്ള റിവിഷൻ ആണ് വേണ്ടത്. കാരണം ഇനി ഫുൾ ഏരിയാസ് പഠിച്ച് എടുത്ത് വരാനായിട്ടുള്ള സമയം അവർക്ക് വേണ്ടത് ഏറ്റവും കോർ ഏരിയാസ് റിവൈസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം അതിന് പറ്റുന്ന ഏറ്റവും നല്ല സൊല്യൂഷനാണ് നമ്മുടെ 45 ഡേയ്സ് ക്രാഷ് ബാച്ച് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു ബോർഡ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക, താഴെ കൊടുത്തിരിക്കുന്ന നമ്മുടെ ഗൂഗിൾ ഫോം ഫില്ല് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അഡ്മിഷൻ എടുക്കാനായിട്ട് പറ്റും. ഇനി അറിയാലോ 45 ദിവസങ്ങൾ മാത്രമാണ് നമ്മുടെ എക്സാമിന് ബാക്കിയുള്ളത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, സമയം വേസ്റ്റ് ആക്കരുത്. കാരണം നമുക്കിനി ഉള്ള സമയം വളരെ വിലപ്പെട്ട സമയമാണ്. കൂടുതൽ സമയം വർക്ക് ചെയ്തെങ്കിൽ മാത്രമാണ് നമുക്ക് പുതിയ സിലബസ് പ്രകാരമുള്ള കംപ്ലീറ്റ് ഏരിയ നമുക്ക് കവർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പം നിലവിൽ നമ്മുടെ ഈ ഒരു 45 ഡേയ്സിൻ്റെ ക്രാഷ് സ്റ്റാർട്ട് ചെയ്യുന്നത് എക്സാമിന് ഏറ്റവും ഉറപ്പായിട്ട് ഇൻക്ലൂഡഡ് ആവുന്ന കാര്യങ്ങളാണ് നമ്മൾ ആദ്യമേ നോക്കുന്നത്. അതിൻ്റെ ഒരു 10th ഡേ ഒക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് എന്താകും,
CSEBയുടെ ക്ലർക്കിൻ്റെ ഒഫീഷ്യൽ സിലബസ് വരും. അപ്പം അതിൻ്റെ അകത്ത് ഇൻക്ലൂഡഡ് ആയിരിക്കുന്ന അഡ്വാൻസ്ഡ് ലെവൽ കാര്യങ്ങൾ നമ്മൾ അടുത്ത ദിവസങ്ങളിൽ തന്നെ എന്ത് ചെയ്യും, നിങ്ങൾക്ക് കറക്റ്റ് ടൈം ടേബിൾ ഇൻക്ലൂഡ് ചെയ്ത് നിങ്ങൾക്ക് പഠിക്കുവാനായിട്ട് തരും, അല്ലെങ്കിൽ റിവൈസ് ചെയ്യാനായിട്ട് തരും. ഇപ്പോൾ അറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, റിവൈസ് ചെയ്യും. ഇൻ കേസ് അറിയില്ലാത്ത കാര്യങ്ങൾ, നമ്മൾ ഇതുവരെയും കാണാത്ത ചില കാര്യങ്ങൾ നമുക്ക് കഴിഞ്ഞ സിലബസുകളിലേക്ക് ഇൻക്ലൂഡ് ആയിട്ടുണ്ട്. അപ്പോൾ ആ കാര്യങ്ങൾ എന്ത് ചെയ്യും, നമ്മൾ പഠിക്കുകയും ചെയ്യും. അപ്പം നിങ്ങൾക്ക് പഠിക്കുകയും ചെയ്യാം, അതുപോലെ റിവൈസ് ചെയ്യുവാനായിട്ട് നമ്മുടെ ഈ ഒരു 45 ഡേയ്സ് ക്രാഷ് ബാച്ച് കൊണ്ട് സാധിക്കുന്നതാണ്. അപ്പം ഒട്ടും സമയം കളയാതെ നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യുക. അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. അപ്പം ഇതുപോലത്തുള്ള യൂസ്ഫുൾ വീഡിയോസിനായി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. താങ്ക്